റിപ്പോർട്ടർ ഇംപാക്ട് ഫോക്ലോർ ആർട്ട് ഗാലറിയിലെ വസ്തുക്കൾ കാണാതായതിൽ അന്വേഷണം ആരംഭിച്ച കണ്ണൂർ സർവകലാശാല. സിൻഡിക്കേറ്റിന്റെ ആവശ്യപ്രകാരം വർക്ക്സ് ആൻഡ് പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുന്നത്. ആർട്ട് ഗാലറിയിലെ വസ്തുക്കൾ കാണാതായത് റിപ്പോർട്ടർ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചിറക്കിയ കുറിപ്പിൽ അനുമതിയില്ലാതെ സാധനങ്ങൾ മാറ്റിയെന്നാണ് പറയുന്നത്. പരസ്പര വിരുദ്ധമായ പത്രക്കുറിപ്പാണ് രണ്ടാഴ്ചക്കിടെ സർവകലാശാല പുറത്തിറക്കിയത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരുക്കിയെടുത്ത ആർട്ട് ഗാലറിയിൽ നമ്മൾ പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് തെയ്യരൂപം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയല്ലോ എന്നാണ് ജീവനക്കാർ വളരെ സ്വാഭാവികമായി നമ്മളോട് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് പുറത്തു വന്ന വിശദീകരണങ്ങളൊക്കെ ഘടകവിരുദ്ധവുമാണ്. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മാധു, തീർച്ചയായിട്ടും എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും പരസ്പര വിരുദ്ധമായ ഒരുപാട് പ്രസ്താവനകൾ നൽകിയാലും അവസാനം സർവകലാശാലയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന തങ്ങൾ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആർട്ട് ഗാലറിയിൽ നിന്നും വസ്തുക്കൾ കാണാതായിട്ടുണ്ട്, അതിനകത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കണ്ണൂർ സർവകലാശാലയ്ക്ക് തന്നെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അതിൽ കാണേണ്ടത്. കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതിയാണ് ഗവർണർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോക്ലോർ ആർട്ട് ഗാലറി പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ സർവകലാശാലയിൽ. ആ ഘട്ടങ്ങളിൽ അവിടെ വലിയ രീതിയിൽ ഈ തെയ്യത്തിന്റെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ അണിയലങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് വസ്തുക്കൾ, അതായത് കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉദ്ഘാടനത്തിന് 1 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ തെയ്യത്തിന്റെ ഒരേ ഒരു രൂപം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ഫോക്ലോർ ആർട്ട് ഗാലറി പൂർണ്ണമായും തന്നെ അവിടെ നിന്നും ഇല്ലാതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചുരുക്കത്തിൽ പറയാം. പക്ഷേ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ സർവകലാശാലയിൽ നിന്നും വിശദീകരണം വരുന്നത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, അവിടെ ഈ കാര്യങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് എന്നുള്ള ഒരു വിശദീകരണമാണ് സർവകലാശാല അന്ന് നടത്തിയത്. പക്ഷേ ഏകദേശം ഒരു 2 ആഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ സർവകലാശാലയിൽ പുതിയ സിൻഡിക്കേറ്റ് അധികാരത്തിലെത്തുന്നു. അവർ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രഥമ യോഗം ചേരുന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ചയായി വരുന്നു. ആ ഘട്ടത്തിൽ സർവകലാശാല ആ യോഗത്തിൽ തന്നെ അതിന്റെ വിസിയും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ആളുകളും ഒക്കെ അതിനകത്ത് ഒരു അന്വേഷണം നടത്തേണ്ടുന്ന ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു കൂട്ടായ ചർച്ച അവിടെ ഉരുത്തിരിഞ്ഞു വരികയും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും സർവകലാശാല ഇതിനകത്ത് ആദ്യം ഉരുണ്ട് കളിച്ചെങ്കിലും അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ നൽകിയിട്ടുള്ള വാർത്ത അംഗീകരിക്കുകയാണ്. അതിനകത്ത് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇതിനകത്ത് എത്ര ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അന്വേഷണം സിൻഡിക്കേറ്റിന്റെ ആവശ്യപ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്.